ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് മച്ചിങ്ങ വെച്ചിട്ടുള്ള കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. നമ്മൾ മിക്കവാറും മച്ചിങ്ങയൊക്കെ കാണുന്ന സമയത്ത് എടുത്ത് ദൂരെ കളയാറായിരിക്കും പതിവ്. എന്നാൽ അത് വെച്ച് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുറേ അധികം ടിപ്സ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും മച്ചിങ്ങ വലിച്ചെറിഞ്ഞ് കളയില്ല, എവിടെ ഉണ്ടെങ്കിലും എടുത്ത് സൂക്ഷിച്ച് വെക്കും കേട്ടോ. അത്രയ്ക്ക് നല്ല കിടിലൻ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് മച്ചിങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പേര് പറയുമെന്ന് പറയണേ. വെള്ളക്ക എന്ന് പറയും, അല്ലെങ്കിൽ മച്ചിങ്ങ, അച്ചിങ്ങ എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേര് മച്ചിങ്ങ എന്നാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം ഇതുപോലെ മച്ചിങ്ങ എടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇതളുകളും എല്ലാം ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് വലിയ മച്ചിങ്ങയാണ്. ഇത് ഞാൻ എടുത്തിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോഴത്തെ ഈ ടിപ്സിന് വേണ്ടിയിട്ട് ഇത് എടുക്കുന്നില്ല. ചെറിയ ചെറിയ മച്ചിങ്ങകളാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് വേറൊരു ടിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഇതളുകളൊക്കെ എല്ലാം അടർത്തി മാറ്റിയതിന് ശേഷം ഞാൻ കത്തി വെച്ചിട്ട് 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നാശമായതല്ല, ചെറുതായിട്ടൊന്ന് ഉണങ്ങിപ്പോയതാണ്. ഉണങ്ങിയതായാലും നിങ്ങൾക്ക് ഈ ടിപ്പിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം മച്ചിങ്ങ തന്നെ വേണം കേട്ടോ. അപ്പോൾ ഡെയിലി മച്ചിങ്ങൊക്കെ വീഴുമല്ലോ, അത് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ടിപ്പ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇനി ഞാൻ ഉപയോഗിക്കാത്തൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള പാത്രം അല്ലെങ്കിൽ പഴയൊരു പാത്രം എടുക്കുക കേട്ടോ. അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം. ഒരു അരമണിക്കൂറൊക്കെ ഇത് വരുന്ന സമയത്ത് ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒരു കട്ടൻ ചായയുടെ കളറായിട്ട് നമുക്ക് മാറും. ഇത് തിളപ്പിച്ചെടുത്ത് അപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പിറ്റേ ദിവസമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നാളെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ തിളപ്പിച്ചിട്ട് ഇതുപോലെ ആറാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഈ രൂപത്തിലൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൻ്റെ കളറ് കട്ടൻ ചായയുടെ കളറായിട്ട് മാറും. ഇത് എന്തിനാണെന്ന് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, വെയിൽ കാലത്ത് എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് സ്കിന്നിലുള്ള അലർജി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഓയിൻമെൻറ്റ് അതുപോലെ തന്നെ പൗഡറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും നമുക്ക് നിരന്തരമായിട്ടുള്ളൊരു പരിഹാരം കിട്ടുന്നതല്ല. എന്നാൽ നാച്ചുറലായിട്ട് ഈ രീതിയിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ 100% തന്നെ നിങ്ങൾക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ ചൂടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. മച്ചിങ്ങ നല്ല തണുപ്പാണ്, ഇത് നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് നൽകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മച്ചിങ്ങ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. അരമണിക്കൂറൊക്കെ തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി വരും കേട്ടോ. അതുവരെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാം. മച്ചിങ്ങ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് നല്ല ടിപ്സാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കുറേ അധികം നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് കയറി കണ്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ മച്ചിങ്ങ നല്ല കറയാണ്. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓർണമെൻറ്റ്സും അതുപോലെ തന്നെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഊരി മാറ്റാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഇത് നമുക്കൊരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിറ്റേ ദിവസം രാവിലെ ഉള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് നമുക്ക് കട്ടൻ ചായയുടെ ഒരു കളറായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഞാനതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്തിരുന്നു. കാരണം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചത് കുറച്ച് വെള്ളമാണ് കേട്ടോ. ഞാൻ കുറച്ചധികം വെള്ളം തന്നെ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് രാവിലെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ടൊരു 3 ദിവസം ചെയ്യുകയാണെങ്കിൽ തന്നെ ചൂട് മൂലമുള്ള അസ്വസ്ഥതകളൊക്കെ നമുക്ക് യാതൊരു കെമിക്കൽസും തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ചൂടുകുരു മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഈ രൂപത്തിൽ നിങ്ങൾ മച്ചിങ്ങ കൊണ്ട് വെള്ളം ഉണ്ടാക്കിയതിന് ശേഷം പിറ്റേ ദിവസം കുളിപ്പിക്കാം. എന്നിട്ട് അതിൻ്റെ തോട് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയണ്ട. അത് തന്നെ നമുക്ക് 2-3 ദിവസം തിളപ്പിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോഴും നമുക്ക് അതേ കളറിൽ തന്നെയാണ് കിട്ടുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ മുട്ട അടിക്കുന്ന കുട്ടികൾക്കൊക്കെ തലയിൽ നമ്മൾ ഈ മച്ചിങ്ങ അരച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല തണുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഞാൻ കാണിക്കുന്നത് മച്ചിങ്ങ വെച്ചിട്ടുള്ളൊരു കിടിലൻ ഒരു ക്രാഫ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മച്ചിങ്ങയുടെ ഈ അടിയിലുള്ള തോട് ഇതുപോലെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കമ്പി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് ഹോൾ ഇടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ തോട് ഉപയോഗിക്കാവുന്നതാണ്.
അപ്പം ഞാൻ ഹോളിട്ട് കൊടുത്തത് ഇപ്പോൾ ഒരു ഈർക്കിളിലേക്കൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഈർക്കിളിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഹോളിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും. അപ്പോൾ കമ്പി വെച്ചിട്ട് ഹോളിട്ട് കൊടുത്തതിന് ശേഷം അതേ ഹോളിൽ തന്നെ നമുക്ക് ചൂലിൽ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ബണ്ടിലായിട്ട് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോഴേ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ എല്ലാം ഇതുപോലൊരു റോസിൻ്റെ രൂപത്തിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നന്നായി കളർഫുൾ ആയിട്ടുള്ള കളറൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ കളറൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാനിവിടെ കളറൊന്നും ചെയ്ത് കാണിക്കാത്തത്. ഞാനിപ്പോൾ ഇത് നോർമലായിട്ട് തന്നെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് മുച്ചിങ്ങയുടെ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അത്രയ്ക്കും നല്ല ഭംഗിയുണ്ട് ഈ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഞാനിവിടെ തെർമോക്കോളിൻ്റെ ബോളാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഗമ്മുണ്ടെങ്കിൽ കുറച്ച് ഗമ്മാക്കിയതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെറുതെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ രൂപത്തിൽ നിങ്ങൾക്ക് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ടൊരു ഫ്ലവർ വാസിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കിയെടുത്തതുപോലെ ഒരു ഫ്ലവറും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഒന്ന് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 2-3 ഞാനിവിടെ ചെയ്തെടുക്കുന്നുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ട് പെയിൻറ്റൊക്കെ കൊടുത്ത് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കണ്ടാൽ പോലും അറിയില്ല ഇതുകൊണ്ടാണ് അത് ആ പൂവ് ഉണ്ടാക്കിയെടുത്തതെന്ന്. അത്രയ്ക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കളറില്ലാത്തവർ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ടൊരു ഫ്ലവറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഇതുപോലൊരു കംഫർട്ടിൻ്റെ ബോട്ടിൽ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 3 ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഫ്ലവർ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഭംഗി നമുക്ക് പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. അത്രയ്ക്കും നല്ലൊരു ഫ്ലവറായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ യാതൊരു പൈസ ചിലവും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഫ്ലവർ അല്ലേ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ്സ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ല കളറൊക്കെ കൊടുത്ത് ഇതിൻ്റെ ഈ ഈർക്കിളിയുടെ സ്റ്റെമ്മിൽ ഗ്രീൻ കളർ ടേപ്പൊക്കെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മുച്ചിങ്ങ വെച്ചിട്ട് പണ്ടൊക്കെ നമ്മളെ കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന നല്ലൊരു അടിപൊളി കളിപ്പാട്ടാണ് കേട്ടത്. യാതൊരു പൈസ ചിലവുമില്ലാതെ നമുക്ക് ഒരു 4-5 ഈർക്കളും മുച്ചിങ്ങ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലുള്ള വണ്ടിയും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മളെ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ആരെങ്കിലും ഇതുപോലെ വണ്ടി ഉണ്ടാക്കി കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഇളയ മച്ചിങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ അലക്ക് കല്ലിൽ വെച്ച് ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഇത് നമുക്ക് കിട്ടും. അത് നന്നായിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഉരച്ചെടുക്കാം. ഇതുപോലെ നല്ല ഉരമുള്ള കല്ലിൽ നമ്മൾ ഉരച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ഉരഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഞാൻ ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ 100-ൽ 80% പേരും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് നമ്മളുടെ മൈഗ്രെയിനിൽ. അത് വന്നാൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ മുച്ചിങ്ങൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളുടെ വീട്ടിലുള്ള കല്ലുപ്പ് പൊടിച്ചതോ അല്ലെങ്കിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേദനയുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് ആശ്വാസം കിട്ടുന്നതായിട്ട് കാണാം. പഴയ തലമുറക്കാരൊക്കെ ചെയ്തിരുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. പണ്ട് എൻ്റെ വല്യമ്മക്ക് ഉണ്ടായിരുന്ന കാലത്ത് ഇതുപോലെയാണ് തലവേദനയൊക്കെയുള്ള സമയത്ത് ഞങ്ങൾക്ക് ചെയ്ത് തന്നിരുന്നത്. നല്ല റിസൾട്ടാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഉരച്ചെടുത്തതിന് ശേഷം നമ്മൾ തലയിൽ അലർജി കാര്യങ്ങൾ അതുപോലെ തന്നെ മുറിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പേസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വലിയ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നല്ല കറയാവും കേട്ടോ. അപ്പോൾ ഡ്രസ്സിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. ഇത്രയും പേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം വേദനയുള്ള ഭാഗത്ത് തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മൈഗ്രെയിൻ തലവേദനയ്ക്ക് ടാബ്ലറ്റ്സ് കഴിക്കുന്നവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഇതൊന്ന് സ്ഥിരമാക്കി നോക്കും. നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് പറ്റും. കല്ലുപ്പ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള കല്ലുപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടിയുപ്പ് യൂസ് ചെയ്താൽ അത്രയ്ക്ക് റിസൾട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ അരച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്.
ഒരാഴ്ചയ്ക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നൊരു വേദനയുള്ള സമയത്ത് നമുക്കെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് മച്ചിങ്ങ ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റർ ഉപയോഗിച്ചും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ഇളയതായതുകൊണ്ട് തന്നെ നമ്മൾ കൈ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് പൊടിഞ്ഞു വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നത്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് അരിപ്പൊടിയാണ്. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ലൈസോളാണ്. നിങ്ങളുടെ അടുത്ത് സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ഹാർപ്പിക്കോ ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ലൈസോൾ ഒഴിച്ചിട്ട് ഞാൻ മിക്സാക്കിയിട്ട് ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ. ഇനി ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് വിനീഗറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ അതിന് നമ്മൾ കുറച്ച് അരിപ്പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന എലികളെ തുരത്താനുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മിച്ചിങ്ങ നല്ലൊരു തേങ്ങയുടെ സ്മെല്ലുണ്ടാവും. അരിപ്പൊടിയാണെങ്കിലും എലികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് രണ്ടും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം എലി സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ മിച്ചിങ്ങയുടെ സ്മെല്ല് കാരണം എലി ഉറപ്പായിട്ടും അത് എടുത്ത് കഴിക്കുകയും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഐസോളോ ഉപ്പ് ബേക്കിംഗ് സോഡ ഇവരെല്ലാം എലിയുടെ വയറ്റിലേക്ക് ചെല്ലുമ്പോൾ അസ്വസ്ഥത ഉണ്ടായി വയറ് വീർത്ത് എലികൾ ചത്തുപോകുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 100% തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയ മിച്ചിങ്ങയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് 2 പീസായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സിയിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ ആ പ്ലേറ്റിലുള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ വലുത് കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണയുള്ള ചെറുതും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് ഞാൻ ഇതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എലി വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എലികൾ എടുത്ത് കഴിക്കും കേട്ടോ. എലിയുടെ മാളത്തിനരികിലായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് എലികളെ ആകർഷിക്കും, അതെടുത്ത് കഴിക്കുകയും ചെയ്യും. നമ്മളുടെ വീടും പരിസരം വിട്ട് ഓടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.